ബിഗ് ബോസ് ഫിനാലെ 5 സോറി ഫിനാലെ 7 ഒരു താങ്ക്സ് പറയാനും, ക്ഷമ ചോദിക്കാനും, കടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പങ്കുവെക്കാനുമുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. ആരോടെങ്കിലും ദേഷ്യത്തോടെ ഒക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, സംസാരത്തിലൂടെ പ്രവൃത്തിയിലോ ഒക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറയാനും ഒക്കെയുള്ള അവസരം എന്താ കൊടുത്തിരിക്കുന്നത്. പ്രൊമോയിൽ കണ്ടതാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് എന്തൊക്കെയാണെന്ന് പറയുന്നതെന്ന് ലൈവിൽ ഇതുവരെ എത്തിയിട്ടില്ല. അത് ഇപ്പോഴൊന്നും ഉണ്ടായിരിക്കത്തില്ലെന്ന് കരുതുന്നു. ഇപ്പം രാവിലെ ഇപ്പം അവിടെ ഫുഡൊന്നും തയ്യാറാക്കിയിട്ടില്ല. എല്ലാവരും അവിടെ ഇവിടെ ഇരിക്കുകയാണ്. ഫുഡ് ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം എല്ലാവർക്കും കൊടുക്കുകയാണ്. ആക്ച്വലി അത് നല്ലൊരു അവസരമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മുടെ അനീഷ് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് അനുമോളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അനുമോൾ അത് തന്നെ സോറി പറയാൻ ശ്രമിക്കുന്നവരുണ്ട്. ആരോടൊക്കെ സോറി പറയുമെന്ന് അറിയത്തില്ല. കാരണം അപ്പാനി ശരത്തുണ്ട്, അക്ബറുണ്ട്, അത് കണക്കിന് ശൈത്യയൊക്കെ ഉണ്ട്, കുറെ പേരുണ്ട്. അനുമോൾ അന്നേരം എല്ലാരും ഇങ്ങനെ തപ്പുന്നുണ്ട്. ആരെയാന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ശൈത്യയൊക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു. പിന്നെ അതിലെയും നൂറയുണ്ട്. നൂറ വന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അങ്ങനെ ആരോടും ഇല്ലാന്ന് പറയുന്നു. ശത്രുതയൊന്നുമില്ല, ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അക്ബർ അത് കണക്ക് പറയുന്നുണ്ട്. താൻ ഒറ്റപ്പെട്ട സാഹചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങൾ പറയുന്നു. അപ്പൊ അത് നല്ലൊരു മൂവ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും അത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോവുക. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം മറ്റുള്ളവരെ നമ്മളിലേക്ക് നല്ലൊരു ഒരു വ്യക്തി എന്ന സ്ഥാനം മനസ്സിൽ സ്ഥാപിക്കാൻ ഇതൊക്കെ ഒരു അവസരമാണ്.